ഇതെന്താ ആരും ഒന്നും മിണ്ടാതിരിക്കണേ? അനിലും അപ്പൊ ഡിവോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയല്ലേ? ലച്ചു, നീ ഒന്നും മിണ്ടായിരുന്നേ. അവര് ദേഷ്യം വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് പറഞ്ഞോണ്ട് അവര് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. ഇത്രയും വലിയ പ്രശ്നം വരാൻ എന്താ കാരണം എന്നറിയോ? അഖിലേച്ചി രാവിലെ തൊട്ട് മിണ്ടായിരിക്കായിരുന്നു. അതുകൊണ്ട് അനിലേട്ടൻ വന്ന് ചോദിച്ച എന്താ പ്രശ്നമെന്ന്. അത് വഷളായി ഇത്രയും വലിയ പ്രശ്നമായി. എത്ര വെച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ അറിയാവുന്ന പറഞ്ഞു പോയി. നിനക്ക് ജോലിക്കൊന്നും പോകാൻ ഉദ്ദേശമില്ല. 3-4 സ്ഥലത്ത് ഞാൻ ജോലിക്ക് നോക്കിയതാ, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയില്ല. അപ്പോ അനിലിന്റെ അമ്മ നിന്റെ അടുത്ത് എന്താണ് പറഞ്ഞത്? അമ്മ ഒന്ന് പറഞ്ഞു എന്നല്ലേ പറഞ്ഞേ. അതെന്താണെന്നാ ചോദിച്ചത്? അമ്മ ചീത്തയൊന്നും പറഞ്ഞില്ല, നല്ല ജോലി കിട്ടിയിട്ട് പോയാ മതി എന്നാ പറഞ്ഞേ. അപ്പൊ ഇത് കേട്ട് ഞാൻ തമാശക്ക് പറഞ്ഞു ഇനി ഇവക്ക് വേണ്ടി പുതിയ കമ്പനി ആരെങ്കിലും തുടങ്ങേണ്ടി വരുവാണ്. അപ്പൊ ഇത് കേട്ട് ഇവള് കരഞ്ഞോണ്ട് അകത്തോട്ട് ഓടിപ്പോയി. പിന്നെ ലച്ചുവിനെ വിളിച്ചു, ഫോൺ വിളിയായി, പറച്ചിലായി, എന്തൊക്കെയോ സംഭവിച്ചു. അതിപ്പോ എല്ലാവർക്കും എല്ലാ സ്ഥലത്തെയും ജോലി സെറ്റ് ആവണമെന്നുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് മാത്രം ഒന്നും സെറ്റ് ആയില്ലടോ, അതെന്റെ വിഷമം. ഒരു ജോലി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് സ്വയം ഒരു തോൽവിയാണെന്ന് വിചാരിക്കണ്ട. ജോലിയാണ് പ്രശ്നമെങ്കിൽ നമുക്കറിയണ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. ഞാനൊന്ന് സംസാരിച്ചിട്ട് ഒരു ജോലിയൊക്കെ സെറ്റാക്കി തരാം. അത് തന്നെ, ഒരു 100 ജോലി ചെയ്തിട്ട് അത് മൊത്തം പൊളിഞ്ഞു നിൽക്കണവനാണ് ഇവൻ. പിന്നെ എന്തെങ്കിലും ജോലി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കൻ അത് ചെയ്യാനാണ്. അനില് ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ലേറ്റ് ആയിട്ടല്ലേ വീട്ടിലെത്തുന്നേ? ഇവിടെ 5 മണിയാകുമ്പോ എന്റെ ജോലി കഴിയും. അപ്പൊ തൊട്ട് വിളി തുടങ്ങും, വരുന്നില്ല. ഞാൻ 6 മണിയാകുമ്പോ വീട്ടിൽ കയറും. 6 മണിക്ക് വീട്ടിൽ കയറുന്ന എന്തുവാടേ? രണ്ടുപേരോടും എന്റെ മക്കളെ പോലെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇങ്ങനെ ചുമ്മാതെ വഴക്കിടരുത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും സ്നേഹിച്ചും മുന്നോട്ട് പോവുക. அது அம்மா சொன்னது ரொம்ப கரெக்ட். இங்க நம்ம லெச்சு சித்துவும் அப்படியேதான். அடிக்கடி சண்டை போடுவாங்க. ஆனா கொஞ்சம் കഴിഞ്ഞാ ரொம்ப സെറ്റ്. இல்லையா லெச்சு சித்து? ആന്റി അവർക്ക് കുടിക്കാനൊന്നും എടുക്കുന്നില്ലേ? வேண்டாம் சொன்னாங்க லெச்சு. അയ്യോ, അത് പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് വെള്ളമെങ്കിലും കൊടുക്ക്. ഇല്ല വേണ്ട ലച്ചു. സുഹൃത്തെ ഒരു മിനിറ്റ്. മോനല്ല, ബ്രോയെ ഞാൻ ഇന്നാണ് പരിചയപ്പെടുന്നത്. പക്ഷെ ലച്ചു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്രോ അതെനിക്ക് മനസ്സിലായി. സാധാരണ ഫാമിലി ഉണ്ടാകുന്ന ചെറിയൊരു ഇഷ്യൂ. ഓക്കെ. പിന്നെ കോംപ്രമൈസ് എന്ന് പറഞ്ഞ് അഖില ലച്ചുവിനെ വിളിച്ചതിന് ശേഷം വലിയൊരു ഭൂകമ്പമാണ് വീട്ടിലുണ്ടായത്. സ്വാഭാവികം. അപ്പൊ ദൈവത്തെ ഓർത്ത് അതുകൊണ്ട് ഞാൻ പറയാം, ഇത്തരം സന്ദർഭങ്ങളിൽ ലച്ചുവിനോട് വീട്ടിലോട്ട് വിളിക്കരുതെന്ന് പറയാം. വേറൊന്നും കൊണ്ടല്ല, ലച്ചു ഇടപെട്ടാൽ ഞങ്ങൾ ഡിവോഴ്സ് ആവും. കൺഫേം. ഒരു കാര്യം ചെയ്യാം ബ്രോ, നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ലച്ചുസാണ് കാര്യങ്ങൾ മനസ്സിലാവാത്തത്. സെറ്റാക്കാം. അച്ഛാ ആ അപ്പൊ പിന്നെ കാര്യങ്ങൾ എങ്ങനെയാ? അഖില അനിലിന്റെ കൂടെ അനിലിന്റെ വീട്ടിലേക്ക് പോകല്ലേ? അതെങ്ങനെ ശരിയാവും? ആരും നടക്കൊന്നുമില്ല. ലച്ചുസേ അതേ ശരിയാവത്തുള്ളൂ. എങ്ങനാ പോലെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക്? ലച്ചു ഞാൻ പോട്ടെ. എന്തിനാണ് ലച്ചുസോട് ചോദിക്കണേ? ലച്ചുസോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഞാൻ വിളിക്കാം. എന്തിന് വിളിക്കേണ്ട കാര്യമില്ല. പോട്ടെ എന്നാ. അളിയാ എന്ത് പറഞ്ഞേ? നന്ദി പറഞ്ഞു കാണും. ഞാൻ ഇടപെട്ട് വലിയൊരു പ്രശ്നമല്ല സോൾവ് ചെയ്ത് കൊടുത്തേ. മുമ്മ അവനെന്താ പറഞ്ഞെന്നറിയാമോ? ഇനി മേല ലച്ചു ഉപദേശിക്കാനൊന്നും പറഞ്ഞ് അവളെ വിളിച്ചു പോകരുത്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഡിവോഴ്സിലെ അവസാനിക്കത്തുള്ളൂ. പിന്നെ ഒരു റിക്വസ്റ്റും പറഞ്ഞിട്ടുണ്ട്, ഇനി മേല ലച്ചു അവളെ വിളിക്കാൻ പോലും പാടില്ല. ലച്ചുസേ ഒരു പാവം കുടുംബമല്ലേടാ, അവരെങ്ങനെങ്കിലും ഒക്കെ തട്ടിമുട്ടും ജീവിച്ചു പൊക്കോട്ടെ.